വീഡിയോയിൽ സംസാരിക്കുന്നത് ഭഗവത്ഗീതയിലെ ചില സന്ദർഭങ്ങളിലൂടെ എൻ്റെ നിരീക്ഷണമാണ്. ബ്രഹ്മജ്ഞൻ്റെ ലക്ഷണമെന്താണ്? അഹങ്കാരമില്ലായ്മ, വിനയം, ഗർവില്ലായ്മ, ക്ഷമ തുടങ്ങിയവയാണ്. വിനയവും വിശ്വാസവും. ശ്രദ്ധയും വിശ്വാസമുള്ളവർക്കും മാത്രമേ ആത്മജ്ഞാനം ലഭിക്കുകയുള്ളൂ. നല്ല വിത്തുകൾ നല്ല മണ്ണിൽ വിതച്ചാൽ വേഗം മുളയ്ക്കും. മോശമായ സ്ഥലത്ത് വിതച്ചാൽ അത് മുളയ്ക്കുകയില്ല. നിർഭയത്വം. ആത്മലോകം ദുർബലനൊരിക്കലും ലഭിക്കുകയില്ല. ധൈര്യമുള്ളവർക്കും ഉത്സാഹമുള്ളവനും ആനന്ദമുള്ളവനും ലഭിക്കും. അവിടെ ലാഭം, ആവലാതി, ദുർബലത ഇവയുള്ളിടത്ത് പിശാച് വസിക്കുന്നു. ധീരൻ. തെറ്റ് ചെയ്യാത്തവനാണ് ധീരൻ. ഒരു ചെറിയ തെറ്റുപോലും ചെയ്യരുത്. അത് ചെയ്ത് വലിയ തെറ്റായി വരും. വീഡിയോയിൽ സംസാരിക്കുന്നത് ഭഗവത്ഗീതയിലെ ചില സന്ദർഭങ്ങളിലൂടെ എൻ്റെ ഭഗവത്ഗീതയിലെ ചില വാക്കുകളും ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സുഖദുഃഖങ്ങളുടെയും ലാഭാലാഭങ്ങളും ജയപരാജയങ്ങളും സമച്ചയബുദ്ധിയോടെയും കർത്തവ്യം അനുസരിച്ചും ചെയ്യുക. സകല ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ആത്മാവിൽ മാത്രം സന്തുഷ്ടനാവുക. എന്തെങ്കിലും ഒരാഗ്രഹവും ബാക്കിയുണ്ടായാൽ അത് ക്രമത്തിൽ അഭിവൃദ്ധിപ്പെട്ട് ജീവന്റെ ഉദ്ധാരണത്തിന് വലിയ പ്രശ്നമുണ്ടായിത്തീരും. സാധന. മായയിൽ കുടുങ്ങരുത്. മായ മാറിപ്പോയി എന്ന് കരുതരുത്. അത് പെട്ടെന്ന് തലയുയർത്തി നമ്മെ നശിപ്പിക്കും. നിത്യനിരന്തര ധ്യാനത്തിൽ ഏതു നിമിഷവും അധപ്പതിക്കാം. അന്ത്യകാലം വരെ വിശ്വസിക്കരുത്. അവസാന ശ്വാസം വരെ മായയെ വിശ്വസിച്ചുകൂടാ. അണക്കെട്ടിൽ ഒരു ചെറിയ സുഷിരമുണ്ടായാൽ അതുവഴി ജലം പ്രവഹിക്കുന്നത് പോലെയാണ് മായ. ഭഗവത്ഗീതയിലെ ചില വാക്കുകളും ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങളുമാണ് നമ്മൾ ഈ ഭഗവത്ഗീതയിലെ ചില വാക്കുകളാണ് നമ്മളിവിടെ കേൾക്കുന്നത്, വീഡിയോയിൽ സംസാരിക്കുന്നത്. ജ്ഞാനവും നിർഭയത്വവും. അജ്ഞാനിയായ ജനങ്ങൾ ദൃശ്യത്തെ സത്യമെന്ന് വിശ്വസിച്ച് സദാ ഭയവും ദുഃഖവും ഉണ്ടാക്കും. എന്നാൽ ജ്ഞാനികൾ ആത്മാവ് മാത്രം സത്യമെന്നും കരുതി ബലവും ധൈര്യവും ഉണ്ടാക്കുന്നു. കർമ്മവും കർമ്മയോഗവും. കർമ്മം ചെയ്യുമ്പോൾ അഹംഭാവമില്ലാതെ, ഫലക്ഷുബ്ധയോടില്ലാതെ, ഈശ്വര ബുദ്ധിയോടുകൂടി ആചരിക്കുമ്പോൾ കർമ്മയോഗിയായി മാറുന്നു. കർമ്മങ്ങൾ ധർമ്മം അനുസരണവും ഈശ്വര അർപ്പണത്തോടും ഒന്നിനെയും ബന്ധിക്കാതെയും കർമ്മത്തിൽ അഭിമാനിക്കാതെയും കർമ്മങ്ങളും പൂജകളും യജ്ഞങ്ങളും മാറ്റുക. ചില പ്രവൃത്തിയിൽ നിത്യമായും ചിലത് അല്ലാതെയും ഭാവിക്കരുത്. എല്ലാ പ്രവൃത്തികളിലും പവിത്രമാണ്. മനസ്സിലുള്ള വാസനകൾ കളയുകയാണ് പരമമായ പ്രാധാന്യം. ഭഗവത്ഗീതയിലെ ചില വാക്കുകളാണ്. ധ്യാനം ഒറ്റയ്ക്കായിരിക്കണം. അതൊരു പ്രദർശനമാകരുത്. അത് ആരെയും അറിയിക്കരുത്. ധ്യാനം ചെയ്യുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധമാക്കണം. ധ്യാന നിരീക്ഷകന്റെ ജീവിതക്രമം. മരുന്ന് കഴിച്ചതുകൊണ്ട് രോഗം മാറുന്നില്ല. വ്രതം കൂടി എടുത്താലേ രോഗം മാറൂ. ദൈവചിന്ത ഔഷധവും ധർമാചരണം വ്രതവുമാകുന്നു. ഇത് രണ്ടും ചെയ്യണം. നീ സുഖത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സുഖം അന്യനും ഉണ്ടാകുന്നു. നീ ദുഃഖത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അന്യരെ ദുഃഖമുളവാക്കുന്നു. ഗുരുപൂജ എന്നാൽ എന്ത്? ഗുരുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുക എന്നതാണ് ഗുരുപൂജ. മറ്റുള്ളവ ഗുരുപൂജയല്ല. മനോനിയന്ത്രണ ഉപായങ്ങൾ. മനസ്സ് പുറത്തേക്ക് പോകുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് പിന്തിരിച്ച് ആത്മസ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശുഭകർമ്മം ചെയ്താൽ ഇഹലോകത്തിലും പരലോകത്തിലും നാശമുണ്ടാകില്ല. ധ്യാനം ഒറ്റയ്ക്കായിരിക്കണം. അതൊരു പ്രദർശനമാകരുത്. അത് ഭഗവത്ഗീത. ജന്മത്തിലെ വാസനയാണ് ഈ ജന്മത്തിൽ ലഭിക്കുന്നത്. ഈ ജന്മത്തിലെ വാസനയാണ് അടുത്ത ജന്മത്തിൽ ലഭിക്കും. അതുകൊണ്ട് മഹാത്മാക്കൾ മനഃശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നു. ജനാലകൾ അടച്ചില്ലെങ്കിൽ പുറത്തു നിന്നും കാറ്റടിച്ച് അകത്തെ ദീപം കെടുത്തുന്നതാണ്. അതുപോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അല്ലെങ്കിൽ അതുപോലെ കാറ്റടിച്ച് നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്നതാണ്.
നാം പുണ്യം ചെയ്താലും പാപം ചെയ്താലും ഈശ്വരൻ കാണും. അതുകൊണ്ട് നമ്മൾ പുണ്യം മാത്രം ചെയ്യുക. ഈശ്വരനെ അറിയുന്നത് ആദ്യം കേട്ടറിയുക, പിന്നെ കണ്ടറിയുക, പിന്നീട് നാം ഈശ്വരനായിത്തീരും. പരമാത്മാവിനെ ആശ്രയിച്ച് മറ്റൊരാൾ സ്തുതിച്ചാലെന്ത്, നിന്ദിച്ചാലെന്ത്, എല്ലാം ഈശ്വരൻ ഹൃദയത്തിലൂടെ കണ്ടുകൊണ്ട് ഇരിക്കുന്നു. ഹൃദയം ആക്കിയാൽ മാത്രം മതി. ഭഗവത്ഗീത. ജന്മത്തിലെ വാസനയാണ് ഈ ജന്മത്തിൽ ജ്ഞാനഗുണമുള്ള വ്യക്തികൾ, അഭിമാനമില്ലാത്തവര്, ഗർവില്ലാത്തവര്, അഹിംസ, ക്ഷമ, ഗുരുസേവ, ശുചിത്വം, മനോനിയന്ത്രണം, ഇന്ദ്രിയങ്ങളുള്ള വിമുക്തത, അനാസക്തി, സമബുദ്ധി, ഭഗവാനിൽ അന്യഭക്തി, ഏകാന്തവാസം, നിരന്തരം അഭ്യാസവിചാരം, തത്വങ്ങൾ അനുഭവപ്പെടുക തുടങ്ങിയവയാണ് ഒരു മനുഷ്യൻ ജ്ഞാനഗുണമുള്ള വ്യക്തിയായി മാറുന്നത്. ജ്ഞാനഗുണമുള്ള വ്യക്തികൾ, അഭിമാനമില്ലാത്തവര്, ഗർവില്ലാത്തവര്, അഹിംസ, ക്ഷമ, ഗുരുസേവ, ശുചിത്വം, മനോനിയന്ത്രണം, ഇന്ദ്രിയങ്ങളുള്ള വിമുക്തത, അനാസക്തി, സമബുദ്ധി, ഭഗവാനിൽ അന്യഭക്തി, ഏകാന്തവാസം, നിരന്തരം. ഭഗവത്ഗീത. നാം ലഭിക്കുന്നതിൽ സംതൃപ്തി ഉണ്ടാകണം, അല്ലെങ്കിൽ മനസ്സ് ചഞ്ചലമാകുന്നു. അത് എന്തായാലും നമ്മുടെ ഗുണത്തിനനുസരിച്ച് ഈശ്വരൻ തരുന്നതാണ്. അതുമാത്രം സംതൃപ്തി അടങ്ങുക, കൂടുതൽ മോഹിക്കാതിരിക്കുക. ഒരാൾ ഉന്നത പദത്തിലെത്താൻ 4 വിധം അനുഗ്രഹമാണ് വേണ്ടത്: ഭഗവാന്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹം, ഭക്തരുടെ അനുഗ്രഹം, തൻ്റെ അനുഗ്രഹം. ജാഗ്രതത്തിലിരുന്നാൽ മനസ്സിനെ മായയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അജാഗ്രതത്തിലിരുന്നാൽ മായയ്ക്ക് നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവകാര്യത്തിലും പരമമായ കാര്യത്തിലും ഇരിക്കണം. ഭഗവത്ഗീത. നാം ലഭിക്കുന്നതിൽ സംതൃപ്തി ഉണ്ടാകണം, അല്ലെങ്കിൽ മനസ്സ് ചഞ്ചലമാകുന്നു. അത് എന്തായാലും നമ്മുടെ ഗുണത്തിനനുസരിച്ച് ഈശ്വരൻ തരുന്നതാണ്. അതുമാത്രം സംതൃപ്തി അടങ്ങുക, കൂടുതൽ മോഹിക്കാതിരിക്കുക. ഒരാൾ ഉന്നത പദത്തിലെത്താൻ 4 വിധം അനുഗ്രഹമാണ് വേണ്ടത്: ഭഗവാന്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹം, ഭക്തരുടെ അനുഗ്രഹം. ജ്ഞാനഗുണമുള്ള വ്യക്തികൾ, അഭിമാനമില്ലാത്തവര്, ഗർവില്ലാത്തവര്, അഹിംസ, ക്ഷമ, ഗുരുസേവ, ശുചിത്വം, മനോനിയന്ത്രണം, ഇന്ദ്രിയങ്ങളുള്ള വിമുക്തത, അനാസക്തി, സമബുദ്ധി, ഭഗവാനിൽ അന്യഭക്തി, ഏകാന്തവാസം, നിരന്തരം അഭ്യാസവിചാരം, തത്വങ്ങൾ അനുഭവപ്പെടുക തുടങ്ങിയവയാണ് ഒരു മനുഷ്യൻ ജ്ഞാനഗുണമുള്ള വ്യക്തിയായി മാറുന്നത്. ജ്ഞാനഗുണമുള്ള വ്യക്തികൾ, അഭിമാനമില്ലാത്തവര്, ഗർവില്ലാത്തവര്, അഹിംസ, ക്ഷമ, ഗുരുസേവ, ശുചിത്വം, മനോനിയന്ത്രണം, ഇന്ദ്രിയങ്ങളുള്ള വിമുക്തത, അനാസക്തി, സമബുദ്ധി, ഭഗവാനിൽ അന്യഭക്തി, ഏകാന്തവാസം, നിരന്തരം